ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഒരു കേക്കാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു റെസിപ്പി നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പാനിൽ വെച്ചിട്ടും കുക്കറിൽ വെച്ചിട്ടും ഒക്കെ കേക്ക് ഉണ്ടാക്കുന്ന രീതി നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരികയാണ്, എല്ലാവരും വെറൈറ്റി ആയിട്ടുള്ള കേക്കുകളൊക്കെ ട്രൈ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമുക്കും പല രീതിയിലുള്ള കേക്കുകളും ട്രൈ ചെയ്യണ്ടേ. ഇനി നിങ്ങൾക്ക് വേറെ ഏതൊക്കെ കേക്കുകളാണ് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കേക്കുകളുടെ വീഡിയോ ഏതാണ് പേരെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെയുള്ള കേക്കുകളൊക്കെ ചെയ്യാം കേട്ടോ, ഏത് റെസിപ്പിയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഓവനിൽ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്, 4 മുട്ട എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ 1 കപ്പ് എടുക്കുക. പിന്നെ വേണ്ടത് വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ, പാല്, ബേക്കിംഗ് സോഡ, കോഫി പൗഡർ, നമ്മുടെ സൺഫ്ലവർ ഓയിൽ. അപ്പോൾ കോഫി പൗഡർ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. കോഫി ഫ്ലേവറും കൂടി വരുമ്പോൾ നമ്മുടെ കേക്കിന് ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് വയ്ക്കണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം. അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിപ്പ വയ്ക്കാം. അരിപ്പയിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൈദപ്പൊടി, അതുപോലെ തന്നെ കൊക്കോ പൗഡർ, പിന്നെ ഒരു 2 പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണാണ്, അളവ് തെറ്റി പോകരുത്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. എല്ലാം ഞാൻ ലെവലായിട്ടാണ് എടുക്കുന്നത്, കറക്റ്റ് ലെവലായിട്ട് തന്നെ എടുക്കുക. ഇനി ഇതെല്ലാം ചേർത്ത് ഒരു 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. 3 പ്രാവശ്യം അരിക്കുമ്പോഴാണ് നന്നായിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റായിട്ട് മിക്സായി വരുന്നത്. അതുപോലെ തന്നെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ സ്പ്രെഡാക്കി കിട്ടുന്നത് നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം ഒരുപോലെ സ്പ്രെഡായി കിട്ടുള്ളൂ. അത് നമുക്കൊന്ന് സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം മെഷറിംഗ് സ്പൂണിൽ എടുക്കുകയാണ്, അതുപോലെ മെഷറിംഗ് കപ്പിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ അളവുകൾ കൃത്യമായിരിക്കും, കേക്ക് കറക്റ്റായിട്ട് വരികയും ചെയ്യും. ഒട്ടും തന്നെ നമുക്ക് ഫെയിലായി പോവില്ല കേക്ക്. ഇനി വീണ്ടും നമുക്ക് അരിച്ചെടുക്കാം. ഇതുപോലെ 3 പ്രാവശ്യം അരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു വലിയ ബൗൾ എടുക്കാം. അതിനുശേഷം മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 പ്രാവശ്യമായിട്ടാണ് പഞ്ചസാര ചേർക്കാൻ പോകുന്നത്, 4 മുട്ടയുടെ കൂടെ. ഇത് ആദ്യം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് അടുത്ത മുട്ട ചേർക്കാം. ഇതുപോലെ തന്നെ നമുക്ക് 4 മുട്ടയും ഓരോ പ്രാവശ്യമായിട്ട് ചേർത്ത് പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ബീറ്റ് ചെയ്തെടുക്കാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1.5 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ കോഫി പൗഡർ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വിട്ടുപോയി, നിങ്ങൾ ചേർക്കുമ്പോൾ അരിച്ച് ചേർക്കണം. ഞാനപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയാണ് ചേർക്കാൻ പോകുന്നത്. ഇനി നമുക്ക് വാനില എസൻസ് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ഇളം ചൂട് പാല് ചേർക്കാം. ചെറിയ ചൂടുള്ള പാലായിരിക്കണം, തണുത്ത പാലായിരിക്കരുത്. നമ്മൾ തിളപ്പിച്ച് ചൂട് മാറ്റിയ പാലെടുക്കുക. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ
സൺഫ്ലവർ ഓയിലാണ്. കുറച്ചായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ കേക്ക് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ മതി, അതിലും കൂടുതൽ വേണ്ട. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ കേക്ക് ടിൻ ഗ്രീസ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓവൻ 200 ഡിഗ്രിയിലാണ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ പോകുന്നത് 10 മിനിറ്റത്തേക്ക്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു പ്രാവശ്യമായിട്ടല്ല മിക്സ് ചെയ്യുന്നത്, കുറച്ച് വീതം 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ യൂസ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇളക്കി വല്ലാതെ ഇതാക്കരുത്, നമ്മൾ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ആയി വന്നോളും. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. കേക്കിൻ്റെ മിക്സിങ് പെർഫെക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ ഇടയ്ക്ക് കേക്കിൻ്റെ ഉള്ളിൽ കിടക്കും. നമുക്ക് അത് കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കുക്ക് ആവാതിരിക്കുക ആ ഒരു പോർഷൻ. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് മിക്സ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. കേക്ക് ടിന്നിൻ്റെ 1/4 ഭാഗത്തിൽ കൂടുതൽ ബാറ്റർ ഉണ്ടാവരുത്, പൊങ്ങി വരില്ല കറക്റ്റായിട്ട്. അതുകൊണ്ട് 1/4 ഭാഗം വരെ ഒഴിക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ 170 ഡിഗ്രിയിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു 35 മിനിറ്റ് 170 ഡിഗ്രിയിൽ കുക്ക് ചെയ്തെടുക്കുക. നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് 40 മിനിറ്റ് വരെ ആവാം, ചിലപ്പോൾ 30 മിനിറ്റ് മതിയാവും. അത് നമ്മുടെ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് വ്യത്യാസം വരാം. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ആ എയർ ബബിൾസ് ഒക്കെ പോകാനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്ക് നമ്മൾ പാനിൽ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഓവൻ ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓവനിൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് പാനിൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കാം. അത് വളരെ എളുപ്പമാണ് നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് നമ്മുടെ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് കറണ്ട് പോയിട്ട് അതുകൊണ്ടാണ് ഇതുപോലെ വന്നിട്ടുള്ളത് ടോപ്പ്. പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ ഒരു സ്ക്യൂവർ എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കാൻ പോവാണ്. സ്ക്യൂവറിൻ്റെ തുമ്പ് നമ്മൾ ഊരിയെടുക്കുമ്പോൾ സ്ക്യൂവറിൽ ഒട്ടും തന്നെ പിടിക്കുന്നില്ല, പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, ഒട്ടും തന്നെ കയ്യിലാവുന്നില്ല, സ്ക്യൂവറിലും പിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ ഡീമോൾഡ് ചെയ്യുന്നില്ല, ഒന്ന് ചൂടൊന്ന് കുറഞ്ഞു വരട്ടെ, അതിന് ശേഷം ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ കേക്ക് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം. പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ബട്ടർ പേപ്പർ ഇതുപോലെ നമ്മൾ പൊളിക്കുമ്പോൾ വിട്ട് വരുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് വിട്ട് വരില്ല. അപ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയി കഴിഞ്ഞു. നല്ല സോഫ്റ്റാണ്. ഇതുപോലെ നമ്മൾ കയ്യിലേക്ക് എടുത്തു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ സോഫ്റ്റ്നെസ് അറിയാൻ പറ്റും. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മൾ നമ്മുടെ കേക്ക് ആ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഐസിങ് ചെയ്തെടുക്കാം, ഇതുപോലെ തന്നെ കഴിക്കാം. ഞാനിപ്പോൾ ഐസിങ് ചെയ്യാൻ പോവാണ്, പക്ഷേ അതിൻ്റെ വീഡിയോ ചെയ്യുന്നില്ല കേട്ടോ. വീഡിയോ പിന്നീട് ഒരു ദിവസം ചെയ്യാം. നമ്മളിതിന് മുന്നേ മറ്റുള്ള കേക്കുകളുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഐസിങ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിൽ ഐസിങ് ചെയ്യാം എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ്, കുക്കിംഗ് താല്പര്യമുള്ള ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.